ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഏതായാലും ചെയ്യാൻ പോകുന്ന റിവ്യൂ വീഡിയോ അല്ല, അൺബോക്സിങ് അല്ല, അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇത് ഞാൻ 2-3 ഗെയിംസാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ 2-3 ഗെയിംസിൽ ആദ്യത്തെ എൻ്റെ കയ്യിലുള്ള 2-3 ഗെയിംസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ട്രാഫിക് റൈഡർ, സർവേ സർഫ്, ക്ലാഷ് ഓഫ് ക്ലാൻസ്, ട്രക്ക് ഡ്രൈവ് 2, സോംബി പ്രിൻസസ്, ബ്ലൂ എഡ്ജ്. അപ്പോൾ ഇത്രയും ഗെയിമാണ് എൻ്റെ കയ്യിലുള്ളത്. കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഗെയിം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അത്യാവശ്യം നല്ല 2-3 ഗെയിംസാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നു ഈ ഗെയിം, ബ്ലൂ എഡ്ജ് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് നമുക്ക് സമയം കളയാനായിട്ടൊക്കെ പറ്റിയ അടിപൊളി ഗെയിമാണ്. ഇച്ചിരി ടഫാണെങ്കിലും കുഴപ്പമില്ല, രസമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഗെയിം. ഞാൻ ഗെയിമിലേക്ക് പോകാം. ബ്ലൂ എഡ്ജ് നല്ല രസമാണ് ഈ ഗെയിം കളിക്കാൻ. ഓരോ ലെവലൊക്കെ ഉണ്ട്. ഇങ്ങനെ പോകും തോറും ഇങ്ങനെ കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എനിക്ക് താഴെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, എന്തോ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഗായ്സ് സോറി, അത് മാത്രം എന്നോട് ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ പേരെല്ലാം നോട്ടീസ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ഇത് 2 രീതി വരുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇതുപോലെ ഒരു ബ്ലൂ കളർ ബോളാണ്, നമ്മൾ അതിനെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാം. ഇത് ഞാനിപ്പോൾ 2-3 ലെവലിൽ കഴിഞ്ഞതാണ്. അപ്പോൾ അതിങ്ങനെ ഇടിക്കാതെ ഇങ്ങനെ പോകണം. അതുകൊണ്ട് ഇതിങ്ങനെ മൂന്നാവും. ഈ ബ്ലൂ ബോളെ തട്ടി ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തില്ല. ബ്ലാക്കിൽ ഒന്നുപോലും തട്ടരുത്. അതാണ് മെയിൻലി ഇവർ പറഞ്ഞത്. ഇതാണ് ഗെയിം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഗെയിമിലോട്ട് പോവാം. ഇനി അടുത്ത ഗെയിം ഏതാണ്? ട്രക്ക് ഇവാലുവേഷൻ 2, ട്രക്ക് ഡ്രൈവ് 2 എന്നാണ് ഇപ്പോൾ ഇതിനകത്ത്. പക്ഷേ ഇത് ക്ലാഷ് ട്രക്ക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാണ്. റോഡ് സ്റ്റാർ ഗെയിമിൻ്റെ ആണ് ഇത്. ഇതാണ് ഗെയിം കളിയാം. ഇത് അടിപൊളി ഗെയിമാണ്. പക്ഷേ വലിയ രസമൊന്നും ഇല്ലെന്ന് ഞാൻ പറയാം. പക്ഷേ ഇച്ചിരി ടഫാണ് ഗെയിംസിൻ്റെ ഓരോ ലെവലെന്ന് പറഞ്ഞാൽ. പക്ഷേ വലിയ കുഴപ്പമില്ല. എല്ലാ ഫോണിലും കളിച്ച് കാണിച്ചാൽ നല്ല അടിപൊളി ഗെയിം ഒന്നും പറയാം. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു ഗെയിം കളിക്കാം. ഓഫ്ലൈൻ ആണ്. 3, 2, 1, go, go, go! ട്രക്ക് ഇലവേഷൻ. അപ്പോൾ നമ്മുടെ ഇനിയും ഈ സെഗ്മെൻറ്റിലെ 3ാമത്തെ ഗെയിമാണ് ഇനി ഞങ്ങൾ എഴുതാൻ പോകുന്നത്. 3ാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ സോംബി ടുസാൻമി. ഇച്ചിരി കട്ടിയുള്ള വാക്കൊക്കെയാണ്, പക്ഷേ അടിപൊളി ഗെയിമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ ഒരാളേ ഉള്ളൂ. ഇത് എൻ്റെ കൂടെ ഇപ്പോൾ 2 പേരുണ്ട്. ഇപ്പോൾ ഒരു കിളിയുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഈ മനുഷ്യരെ നമ്മൾ തിന്നുന്നതിനനുസരിച്ച് ആൾ കൂടും. മാക്സിമം ആളെടുക്കുന്നതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ ഇതെന്ന് പറയാൻ. ഇപ്പോൾ നമുക്ക് 4 പേരുണ്ടെങ്കിൽ ഒരു കാറിനെ വീഴ്ത്താം, 8 പേരുണ്ടെങ്കിൽ ഒരു ബസ്സിനെ വീഴ്ത്താം, 16 പേരുണ്ടെങ്കിൽ ഒരു പ്ലെയിനിനെ വീഴ്ത്താം, ഒരു ടാങ്കിനെ വീഴും. അങ്ങനെ ഇത്രയും ആൾക്കാരുണ്ട്. അതിനനുസരിച്ചാണ്. ഇപ്പോൾ 4 പേരുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ 3 പേരായി. ചെറിയ പനിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും സൗണ്ടിനുള്ള കുഴപ്പമാണ്, ക്ഷമിക്കണം. കണ്ടോ, ഇതുപോലെ ടാങ്കൊക്കെ അതിനെയൊക്കെ വീഴ്ത്താം. ഇത് ബസ്. ഇപ്പോൾ നമുക്കൊരു കാറിനെ മാത്രമേ പറ്റത്തുള്ളൂ വീഴ്ത്താൻ. ഇതിങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഓരോ ആൾക്കാരും ഇപ്പോൾ കണ്ട് ഇതിനെ ഇങ്ങനെ കണ്ടോ 2 പേരും അതിനിപ്പോൾ ഒരാളെ കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ബാക്കി അങ്ങോട്ട് കളിക്കുന്നില്ല. അപ്പോൾ അടുത്ത 4ാമത്തെ ഗെയിം ഏതാണെന്നാണ്. അടുത്ത ഗെയിം മോട്ടോ റൈഡർ ഗോ. നിങ്ങൾ ഒന്നും കൂടി നോട്ടീസ്, മോട്ടോ റൈഡർ ഗോ. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് റോഡ് എല്ലാം നല്ല അടിപൊളി റോഡ്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, വളവുമുണ്ട്. അതുപോലെയുള്ള റോഡുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് മാത്രമേ. പിന്നെ അതിനകത്ത് വണ്ടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, വണ്ടികളൊന്നും. പിന്നെ അത് ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ വലിയ രസമൊന്നുമില്ല. കൺട്രോളിംഗ് ഒക്കെ വലിയ ഒട്ടും രസമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ഡെയിലി ചാലഞ്ച് അങ്ങ്
പിന്നെ മൊത്തത്തിൽ ഒരു തീമൊക്കെ നമ്മൾ അടിപൊളി ഗെയിം അങ്ങനെ മറ്റേ. പക്ഷെ കളിക്കുമ്പോൾ അത്ര വലിയ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് അത്ര ഇതായിട്ട് തോന്നാത്തൊരു ഗെയിം കണ്ടോ. ഇതൊക്കെ നമ്മൾ ഭയങ്കരമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. പെട്ടെന്ന് ഇത്ര സ്പീഡിൽ കയറുക. ആകെ 3 ഗിയർ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കാണിക്കത്തൊന്നും ശരിക്കും. പിന്നെ ഇതുണ്ട് ഈ വഴിയൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടിപൊളി വഴിയൊക്കെയാണ്. ആക്സിലറേഷനുള്ള തന്നെയാണ്. ഇത് ഇങ്ങനെ തോന്നുന്നു. ഇതിനകത്ത് ഇറക്കവും കയറ്റവും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ എനിക്ക് ഈ ഗെയിമിനോട് അത്ര താല്പര്യമൊന്നും കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്തോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമുണ്ട്. അതേതാ കാരണം ഞാനിപ്പോൾ അടുത്ത ഇത് കാണിക്കുന്നുണ്ട്. അത് ഏത് ഗെയിമാണ്. ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും. അടിപൊളി ഗെയിമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഗെയിമാണ്. ഇതുപോലെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമാണ്. അതാണ് ഇത് ട്രാഫിക് റൈഡർ എന്ന് പറഞ്ഞ ഗെയിം. അതിലേക്ക് വരും നമുക്ക് എല്ലാവർക്കും പോപ്പുലറായിട്ടുള്ള ഗെയിം സർവേ സർഫ്, ക്ലാഷ് ഓഫ് ക്ലാൻസ്, മിനി മിൽറ്റ. ഇതിപ്പോൾ ഞാൻ പൊതുവെ കളിക്കുന്ന ഗെയിംസ് ആണ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് കളയും. അപ്പം ഈ സർവേസ് ഞാൻ പറയും. നമ്മൾ ഓരോ ഇടയ്ക്കത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള 2-3 ഗെയിംസും കൂടി ഞാൻ ഈ ഒരു പറയാം. ആദ്യം തന്നെയുള്ള ആംഗ്രി ബേർഡ്സ് ആയിരുന്നു. ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കളി അത് മറ്റും ഭയങ്കര. അത് കഴിഞ്ഞായിരുന്നു അതിൻ്റെ ഇടയിൽ 2-3 ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇച്ചിരി കൊണ്ട് ട്രെൻഡിങ് ആയിട്ടായിരുന്നു ഇതുപോലെ ഓൾഡൻ്റെയും സർവേ ടെമ്പിൾ റണ്ണും. അത് രണ്ടും ആയിരുന്നു അത് കഴിഞ്ഞിറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മുടെ മിനി മിൽറ്റ അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങുന്ന ബോംബ് സ്ക്വാഡ്. പക്ഷെ അതത്ര ഇതായില്ലായിരുന്നു. ബോംബ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ബോംബ് സ്ക്വാഡ് അത്ര ഇതായില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഗെയിമായിരുന്നു. മിനി മിൽറ്റ ആയിരുന്നു അന്ന് സ്വല്പം കൂടി ഇതായിട്ടിരുന്നത്. അത് കഴിഞ്ഞാണ് ഇറങ്ങുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്നത്. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉണ്ടായിരുന്നു. ക്ലാഷ് ഓഫ് റോയൽ ഉണ്ട്. അതും 2 എണ്ണമായിട്ട് തന്നെയാണ് ഇറക്കി. അതും ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പബ്ജിയും ഫ്രീ ഫയറും ഉണ്ട്. അതും 2 കട്ട കോമ്പറ്റീഷൻ. പക്ഷേ ഇതിനകത്ത് നമ്മൾ 2 പറഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് എടുത്ത് 2 ഉള്ളൂ, പബ്ജിയും ഫ്രീ ഫയർ. അതല്ലാതെ അതേപോലെ തന്നെ ഹോപ്പ്ലെസ് ലാൻഡ് പോലത്തെ 2 കൂടെ ഉണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഗെയിം ഞാൻ കാണിച്ചു തരാം. ഇത് ലാസ്റ്റാണ്. സർവേ ഞാൻ കാണിക്കാം. നിങ്ങളതൊക്കെ അറിയാം. സർവേ ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഞാനിപ്പോൾ ട്രാഫിക് റൈഡർ എടുക്കുകയാണ്. അടിപൊളി ഗെയിമാണ്. ഓടാൻ ചെറിയ താമസമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അത്ര താമസമൊന്നും. നമ്മളിപ്പോൾ എന്തായാലും ഇത് പറ്റിയ പെട്ടെന്ന് റീട്രൈ ഒക്കെ ആകും. വലിയ കുഴപ്പമില്ല. അടിപൊളിയാണ്. നല്ല ഗ്രാഫിക്സാണ്. മാത്രം നല്ല രസമാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ഫ്രീ മോഡ് കളിക്കാം. നല്ല സൗണ്ടാണ്. ഞാനിപ്പോൾ സൗണ്ട് ഏതായാലും ഓഫാക്കിയിട്ടുണ്ട്. നല്ല പിന്നെ ഹോണൊക്കെ ഇങ്ങനെ ഒരു ലെവൽ നമുക്ക്. ഇതിപ്പോൾ സ്കൂട്ടറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്ന ബൈക്സൊക്കെ അടിപൊളി. എല്ലാം ഒറിജിനൽ ബൈക്ക് പോലൊക്കെയാണ്. എനിക്കതാണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാരണം. പക്ഷെ ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത തന്നെ എല്ലാം ഒരേപോലെ ഇരിക്കും. റോഡെല്ലാം അത് മാത്രം. ഈ നൈറ്റും ഈവനിങ് മൂഡ് വേറെ വേറെയാണ്. പക്ഷെ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്ന സാധനമാണ്. നല്ല വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഞാൻ മലപ്പുറം എടുത്തതാണ്. പക്ഷേ ഇതെനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ സ്വയം പോയി തന്നെ. പക്ഷേ ഇത് ഞാൻ തന്നെ ഇച്ചിരി അടിപൊളിയായിട്ട് ഓടിക്കും. അതിനകത്ത് മറ്റേത് നിങ്ങൾ ഇപ്പോൾ പറയാതെ ഓടിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഗെയിം. അല്ല, എനിക്ക് പൊതുവേ എന്തോ ആ ഗെയിം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ. പിന്നെ കുറച്ച് ആപ്സ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ലൈറ്റ് എക്സെൻഡർ, ടെലിഗ്രാമൊക്കെ അറിയാമല്ലോ. സിനിമ ഡൗൺലോഡ് ചെയ്യാം. MX പ്ലെയർ, MA ഫിറ്റ്. അത് എൻ്റെ വാച്ചിന് വേണ്ടിയുള്ളതാണ്. പിന്നെ MA ഡ്രോപ്പ് എന്നോ ഇത് അറിയാം. പക്ഷെ ആർക്കും അങ്ങനെ ഈ MA ഡ്രോപ്പ് ഷെയറിൻ്റെ ആണ് അറിയാം. വെറുതെ അങ്ങനെയല്ല എങ്കിലും അടിപൊളി ഒരു ആപ്പ്. നെറ്റ് വേണം. പക്ഷേ എന്നെ സ്പീഡാണ്. ഷെയറിനേക്കാൾ നല്ല സ്പീഡാണ്. ഷെയർട്ട് മാക്സിമം ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. അതിനകത്ത് കുറേ വൈറസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനതിൽ ഉപയോഗിക്കുന്ന MA ഡ്രോപ്പ് എക്സെൻഡറുമാണ്. പിന്നെ ഇതിൻ്റെ സ്പീഡ് ഇതാണ്. ഇതാണ് ഇങ്ങനെ വന്ന് ഇവിടെ കിടക്കും. അത് അങ്ങനെ വന്ന് അവിടെ കിടക്കാൻ നമ്മൾ വിചാരിക്കുക എന്തുവാ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ. അതങ്ങനെ വന്ന് അവിടെ കിടക്കും. ഇത് വേറെ ആരും സോറി ഡ്യൂ നിങ്ങളൊന്നും വിചാരിക്കില്ലേ. സോറി. അപ്പോൾ ബ്രഷ് ഇട്ടത് എല്ലാവരും ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇതാണ് അപ്പോൾ സാധനം. ഈ ഇൻ്റർനെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണെങ്കിൽ നമ്മൾ വൈഫൈയോ മൊബൈൽ ഡേറ്റയൊക്കെ നല്ല സ്പീഡ് കിട്ടത്തില്ലായിരിക്കും. നമ്മൾ നോക്കി തന്നെ ഇങ്ങനെ കിടന്ന് ലോഡ് ആയിക്കോണേ ഭയങ്കര ബഫറിങ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് അത്രയും ബഫറിങ് ആയാലും ഇത് അത്യാവശ്യം ഇൻ്റർനെറ്റ് വലിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാം.
പിന്നെ സ്പീഡോമീറ്റർ ആ കൂടി നമുക്ക് നെറ്റിന് സ്പീഡും അറിയാം. കൂടുതലും യൂട്യൂബിലൊക്കെയാണ് ഇത് നല്ലോണം ഞാനൊരു സ്പീഡ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കുറച്ച് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഗൈസ് ഇപ്പോൾ ആരും മറക്കല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം വേണമെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കാവുന്നതാണ്. ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. നിങ്ങളാരും ഒന്നും എന്തെങ്കിലും പോരാൻ വേണ്ടി ശ്രമിച്ചാണ്. അപ്പോൾ താങ്ക്സ് ഗൈസ്.